ശ്രീ രഘുനാഥ് നായർ ഇന്നലെയും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നത് പാകിസ്ഥാൻ ആണവ സാമഗ്രികൾ സൂക്ഷിക്കുന്ന കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉയർന്നിരുന്നു എന്നാണ്. ബോറോൺ വിതറി ഇത് ഇല്ലാതാക്കി എന്നുമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ടോം കൂപ്പറിനെ പോലുള്ള യുദ്ധ ചരിത്രകാരന്മാർ സ്ഥിരീകരിക്കുകയും ചെയ്ത കാര്യമാണ്. ഇന്ത്യ സർഗോധ എയർബേസിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കിരാന ഹിൽസിൽ നിന്ന് ആണവ വികിരണം ഉണ്ടായത് എന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷേ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അവരാണല്ലോ ഒരു വാച്ച് ഡോഗ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്, ആണവ സാമഗ്രികൾ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ. പക്ഷെ അവർ പറയുകയാണ് പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ അങ്ങനെ ഒരു ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്ന്. ശരി, പക്ഷേ ഇന്ത്യ ഇന്നൊരു ആവശ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ആണവോർജ ഏജൻസിക്ക് മുന്നിലും വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ആയുധ ശേഖരം ആണവ ശേഖരം അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തിട്ടമില്ല. അതുകൊണ്ട് ഈ തെമ്മാടി രാഷ്ട്രത്തിന്റെ ആണവ ശേഖരം അത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA നിരീക്ഷിക്കണം എന്ന ആവശ്യമാണ് ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ആശങ്ക ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്തു. ഇത് എത്രമാത്രം അർത്ഥവത്താണ്? ഇതിപ്പോ ശ്രീ മഞ്ജുഷേ, നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ട് ഈ ഒരു വിഷയത്തെ എടുക്കുകയാണെങ്കിൽ കുറെ ദിവസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഈ കുട്ടികൾ വളരുന്ന പോലെ ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത് അനുദിനം വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ ആക്രമിച്ചു, കിരാന ഹിൽസിൽ നമ്മൾ ആക്രമിച്ചു, ബോംബിട്ടു, അല്ലെങ്കിൽ മിസൈൽ ഫയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളാവുന്നത്. അത് വന്നു കഴിഞ്ഞപ്പം സത്യമായിട്ടും ഏതൊരു ഭാരതീയനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അവരുടെ ഇത്രയും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ന്യൂക്ലിയർ ബേസുകളെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഇന്റലിജൻസ് അത്രയും സ്ട്രോങ് ആണ്, എന്നിട്ട് വളരെ കൃത്യമായിട്ട് അവിടെ നമ്മൾ ബൊമ്പാർഡ് ചെയ്യല്ലേ മിസൈൽ ഫയർ ചെയ്തു, പിൻ പോയിന്റ് ആക്രമണം നടത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഗൂസ് ബംപ്സ് ഉണ്ടാവുന്ന ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു നമ്മുടെ ഡിഫൻസിന്റെ DGAO വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ കിരാന ഹിൽസിൽ ആണവ സ്റ്റോറേജ് ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയത്തില്ല. മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അമേരിക്കയുടെ ഈ പറഞ്ഞ പോലെ ആണവ വികിരണ പ്രതിരോധ സംവിധാനമുള്ള വിമാനങ്ങളുടെ പ്രസൻസ് അതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് അവിടെ വന്നതാണ്. അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഇപ്പം മഞ്ജുഷ പറഞ്ഞ പോലെ ബോറോൺ വിതരണം ചെയ്യാനായിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈജിപ്തിന്റെ വിമാനങ്ങൾ വരുന്നു. ഈജിപ്തിൽ നിന്ന് ബോറോൺ അവിടെ എത്തിക്കണം. അപ്പൊ ബോറോൺ എത്തിക്കുന്ന ഇതിനു മുമ്പ് ഷെർണോബൈലിൽ ഒരു ആണവവികിരണം നടന്നപ്പോഴും നമ്മൾ ബോറോൺ അവിടെ എത്തിച്ചിട്ട് അങ്ങനെയാണ് ആ വികിരണം തടഞ്ഞത്. പിന്നെ ഫുക്കുഷിമയിലും അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പൊ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നു അവിടെ ആണവ വികിരണം നടന്നിട്ടില്ല. ശരി, അപ്പം ഇന്ത്യ ആക്രമിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പൊ അത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസീസും ഡിഫൻസ് ഏജൻസീസും എല്ലാം ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാകിസ്ഥാന്റെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ആദ്യമായിട്ട് ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയല്ലേ, ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചപ്പോൾ അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത് പാകിസ്ഥാനികളെ പുല്ല് തിന്നിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ശരി, അവര് ന്യൂക്ലിയർ ടെക്നോളജി മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അവർ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിച്ചു. ഇതൊരു വശം. ടെക്നോളജി വികസിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ഇസ്ലാമിക് ബോംബാണ്. അപ്പൊ അവർ നേരെ ന്യൂക്ലിയർ എനർജി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ബോംബെന്നും പറഞ്ഞല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് സമാധാനപരമായ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാനും അതുപോലെയുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിക്കുന്നത്. പാകിസ്ഥാൻ അതേ സമയത്ത് നേരെ പോയിട്ട് ഇതിനെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വികസിപ്പിച്ചിരിക്കുന്നത്. പീസ്ഫുൾ യൂസിന് വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടല്ല. അവിടെ ഇസ്ലാമിക് ബോംബ് എന്നതിന് പേരും കൊടുത്തു. അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോംബ്. അപ്പൊ അന്ന് അമേരിക്കയ്ക്കുണ്ട്, റഷ്യക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, ബ്രിട്ടനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇന്ത്യക്കും കൂടെ ആയപ്പോൾ ഇല്ല. അപ്പൊ അവിടെ ഉദ്ദേശം രണ്ടായിരുന്നു. ഒന്ന്, ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ത്യ. ഇതൊരു മെസ്സേജാണ് ലോകത്തിന്. കാരണം ഇന്ത്യയിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി ഉടനെ ഞങ്ങൾക്കും ഉണ്ടാക്കണം. അത് ഇസ്ലാമിക് ബോംബ് എന്നതിന് പേരിട്ടു. കാരണം ഇസ്ലാമിക് കൺട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ നേതൃത്വം നൽകി കൊടുക്കുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇസ്ലാമിക് കൺട്രീസിന്റെ മിസ്റ്റിഹ, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് എന്നുള്ളൊരു മെസ്സേജും അങ്ങനെ പല ഹിഡൻ മെസ്സേജസും അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് എപ്പോഴെങ്കിലും ചെറിയൊരു ഈശാപോശ, അതായത് അവിടെ ബേനസീർ ഭൂട്ടോ ഭരിക്കുന്ന കാലത്ത്, ഒരു പക്ഷേ ശ്രീ ഷാബു പ്രസാദിനൊക്കെ ഓർമ്മയുണ്ടാവും,
ബേനസീർ ഭുട്ടോ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ഇവിടെ ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലും എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എല്ലാ പാകിസ്ഥാനിലെ ഭരണാധികാരികളും നിങ്ങൾ ഓർത്തോണം, ഞങ്ങളൊരു ന്യൂക്ലിയർ പവറാണ്, ഞങ്ങൾ അനുഭവം വിടും, നിങ്ങൾ വാ തുറന്ന, നിങ്ങൾ മിണ്ടിയ ഞങ്ങൾ അനുഭവം വിടും. അപ്പൊ പാകിസ്ഥാന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് അത് നടക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല സർഗോദ എയർബേസ് ഇന്ത്യ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഗർത്തമാണല്ലോ അവിടെ എയർബേസിന്റെ റൺവേയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടുന്ന് ഈ ന്യൂക്ലിയർ വികിരണം ഉണ്ടായതെന്നും അത് ഇന്ത്യക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടുമില്ല അങ്ങനെ കിരാന ഹിൽസിൽ നിന്ന് അണുവികിരണം ഉണ്ടായി എന്നുള്ള കാര്യമൊന്നും പാകിസ്ഥാനും സമ്മതിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ആണവോർജ്ജ ഏജൻസിയെ ഇക്കാര്യം അറിയിക്കുന്നതിലുള്ള പ്രസക്തി എത്രത്തോളമാണ്? ആണവോർജ്ജ ഏജൻസി പറഞ്ഞുവല്ലോ കിരാന ഹിൽസിൽ അങ്ങനെ അണുവികിരണം ഒന്നും ഉണ്ടായിട്ടില്ല, ന്യൂക്ലിയർ വികിരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ആണവോർജ്ജ ഏജൻസി അതിനായി ഒരു പഠനം നടത്തിയ ശേഷം ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട ഒരു വിവരമാണോ ഇത്? അതോ പഠനം നടത്താതെ പാകിസ്ഥാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആണവോർജ്ജ ഏജൻസി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്? അതുകൊണ്ടാണോ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞത് ഉത്തരവാദിത്തമില്ലാതെയാണ് പാകിസ്ഥാൻ ആണവ ശേഖരം കൈകാര്യം ചെയ്യുന്നത്, അത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്കും ഭീഷണിയാണെന്ന്? കാരണം എവിടെ, എങ്ങനെ, എപ്പോൾ എന്ന് പറയാൻ ആവാത്ത വിധത്തിൽ ഈ തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാൻ അത് കൈകാര്യം ചെയ്യുമെന്നുള്ള ആശങ്കയല്ലേ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ വെച്ചിരിക്കുന്നത്? പഞ്ചുഷ, ഞാനിത് വളരെ കൃത്യമായിട്ട് പറയാം. IAEA പാകിസ്ഥാനിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടില്ല. IAEAയുടെ ഒരു റെപ്രസെന്റേറ്റീവ് പോലും പാകിസ്ഥാനിൽ പോയിട്ടില്ല. അതിനെ പറ്റി യാതൊരുവിധ റിപ്പോർട്ടും ഇല്ല. കാരണം ഇത് IAEA പാകിസ്ഥാനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാധ്യമങ്ങളിൽ പോലും വരേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. IAEA ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്താ ഓഫീസിലോ വീട്ടിലോ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ വിളിച്ച് ചോദിക്കുകയാണ്, മോനെ പാകിസ്ഥാനെ, നിന്റെ അവിടെ ഈ ന്യൂക്ലിയർ വല്ലതും പൊട്ടിയോ, വല്ലതും ലീക്ക് ആയോ എന്ന് ചോദിച്ചു. പാകിസ്ഥാൻ പറഞ്ഞേ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒന്നും പൊട്ടിയിട്ടുമില്ല, ഒന്നും ലീക്കായിട്ടുമില്ല, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞു. IAEA റിപ്പോർട്ട് കൊടുത്തു. ഇത് ഞാൻ പറയാനായിട്ട് വെറുതെ ഒരു ആരോപണം പറയുകയല്ല. ഷെർണോബൈലിൽ ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായല്ലോ. ഷെർണോബൈലിൽ ന്യൂക്ലിയർ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ചെർണോബൈലിൽ പോയിട്ടില്ല, റഷ്യയിലേ പോയിട്ടില്ല. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ റഷ്യ കൊടുത്ത വിവരങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ആ ദുരന്തത്തിൽ ഉണ്ടായതിന്റെ വികിരണത്തിന്റെ തോത് കുറച്ച് കാണിക്കുകയാണ് ചെയ്തത്. അതിന്റെ ആക്ച്വൽ ഡാമേജ് എത്രയാണെന്നുള്ളത് ഇവർ പറഞ്ഞില്ല. അങ്ങനെ നിരുത്തരവാദപരമായിട്ടാണ് IAEA ചെയ്യുന്നത്. IAEA പറ്റി ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. കാരണം ഇന്റർനാഷണൽ പ്രഷർ അനുസരിച്ചിട്ട് അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായാലും റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ചൈനയുടെ ഭാഗത്തു നിന്നായാലും പല ഭാഗത്തു നിന്നായാലും പ്രഷർ അനുസരിച്ചിട്ട് ഇവർ ആക്ട് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇവിടെ ഇവർ മറച്ചു വെച്ചു എന്നുള്ളൊരു വാസ്തവമുണ്ട്. പാകിസ്ഥാനും മറച്ചു വെച്ചു, അമേരിക്ക മറച്ചു വെച്ചു, ചൈനയ്ക്കറിയാം ചൈന മറച്ചു വെച്ചു, ഈജിപ്റ്റ് മറച്ചു വെച്ചു, IAEA മറച്ചു വെച്ചു. ഇനി ഇന്ത്യയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കറിയാം ഇന്ത്യയെ മറച്ചു വെച്ചു. ഇന്ത്യയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാനാണെന്ന് പറയില്ല ഒരിക്കലും. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്താണ്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് വെളി പറയാതിരിക്കാൻ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അപ്പൊ ഇത് ഇന്ത്യ ചെയ്തതാണെങ്കിൽ പാകിസ്ഥാൻ ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഉപയോഗിക്കണ്ടേ എന്നൊരു ചോദ്യം കൂടെ നമ്മുടെ ഇവിടെ ചർച്ചയിൽ വന്നായിരുന്നു. ബേസിക്കലി ഇന്ത്യ കിരാന ഹിൽസിലാണ് ഈ ആണവ ശേഖരം ഉള്ളത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളതാണോ? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഈ ആണവ ശേഖരങ്ങളെ അല്ലെ ആണവ കേന്ദ്രങ്ങളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആക്രമിക്കില്ല എന്നൊരു ധാരണയുണ്ട്. ഈ ധാരണ പ്രകാരം എവിടൊക്കെയാണ് എന്നുള്ളത് കൈമാറിയിട്ടുണ്ട് കുറേയൊക്കെ വിവരങ്ങൾ. കിരാന ഹിൽസിലാണ് ഇവരുടെ പരമാവധി വലിയൊരു ശേഖരം ഉള്ളത്. അപ്പൊ ഏതാണ്ട് 10-70 ബോംബിലധികം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, സ്ഥിരീകരിക്കാത്തത്. ഈ വിവരം ഇന്ത്യക്ക് കൈമാറിയ കൂട്ടത്തിൽ ഇല്ല. കാരണം വലിയൊരു ശേഖരം അവിടെ ആയതുകൊണ്ട് ഇന്ത്യ ഇനി നാളെ ആക്രമിച്ചാലോ, എന്നാലും ഞങ്ങളുടെ സ്റ്റാൻഡ് ബൈ വേണമല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ഈ കോഴിയെ അടവെക്കുന്നത് പോലെ കൊട്ടയ്ക്കകത്തിട്ട് അടച്ചു വെച്ച് അവിടെ മിണ്ടാതിരുന്നു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ DG വളരെ ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. കിരാന ഹിൽസോ അതെവിടെയാണ്, അവിടെ ആരാക്രമിച്ചു എന്ന് അദ്ദേഹം വളരെ ധൈര്യത്തോടു കൂടി പറയുകയും ചെയ്തു. അതെ. അപ്പൊ ഇത് മറച്ചു വെക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഈ പാകിസ്ഥാൻ ഇവിടെ ഒരു ആണവ ചോർച്ച ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ചാൽ അത് ഏത് കാരണം കൊണ്ടായിക്കോട്ടെ, ഇത് ആഗോള തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പരിശോധന. കാരണം ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ വന്നിട്ട് പറയും അങ്ങനെ ചോർച്ച ഉണ്ടായെങ്കിൽ വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് അവിടെ പോയി പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഇതിന്റെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെ ഒരുപാട് ഉപരോധങ്ങളും വിളിച്ചു വരുത്താനുള്ള കാരണമാവും.
അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അമേരിക്കൻ പാകിസ്ഥാനും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ശത്രുക്കളൊന്നുമല്ല, വളരെ നല്ല ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്തും ട്രംപ് 450 മില്യണും കണ്ട് US$ ബൈഡൻ സാങ്ഷൻ ചെയ്തിരുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ബന്ധങ്ങളെ വഷളാക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് അത് ഇന്ത്യ ആക്രമിച്ചിട്ടാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനും അത് നിക്കക്കള്ളിയില്ല. കാരണം ഒരു പ്രതികാര നടപടിയിലേക്ക് ഇന്ത്യക്ക്, കാരണം പിന്നെ അവർക്ക് പ്രതികാരം ചെയ്യണമെന്നാണല്ലോ, അപ്പൊ പ്രതികാര നടപടിയിലേക്ക് നിർബന്ധിതരാകും പാകിസ്ഥാനെ. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു സംഘർഷത്തിന് കാരണമായിട്ട് വരും. പിന്നെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലും ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലും അവരുടെ മുഖം രക്ഷിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ ഇന്ത്യയുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിട്ടും സഹായിക്കും. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇറാനിലും നോർത്ത് കൊറിയയിലും ആണവ ആയുധങ്ങളെ അല്ലെ ആണവ ശേഖരങ്ങളെ നശിപ്പിക്കാനായിട്ട് വലിയൊരു താല്പര്യമുണ്ട്, അമേരിക്കയ്ക്കും മറ്റു ചില രാഷ്ട്രങ്ങൾക്കും. ഇത് അമേരിക്ക പിന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നോർത്ത് കൊറിയ നശിപ്പിക്കുമെന്ന് പറയുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇറാനെ ആക്രമിക്കാനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇസ്രായേൽ യുദ്ധത്തിന്റെ സമയത്തും അവർ വളരെ ശക്തമായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള യുദ്ധങ്ങളും എല്ലാം കൂടെ നടക്കുമ്പോൾ ഈ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി അതിപ്പോ തൽക്കാലം മിണ്ടാതെ വെച്ചിരിക്കുക. അപ്പൊ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ സ്റ്റോറേജ് ഉണ്ട്, അല്ലെ ഒരു ഹാൻഡിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ നോർത്ത് കൊറിയനെ ആക്രമിക്കുന്നതിന് മുമ്പായിട്ട്, കാരണം അവിടെ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു എവിഡൻസും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. ഇറാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് 24 മണിക്കൂറിൽ സംയോജിപ്പിക്കാൻ സാധിക്കും, ഞങ്ങളുടെ ഇല്ല, പക്ഷെ വിത്തിൻ 24 hours ആവശ്യമുണ്ടെങ്കിൽ സംയോജിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ട്. എനിവേ, അപ്പൊ അത് ഇതിന് വേറെ പ്രൂഫ് ഇല്ല. പക്ഷേ പാകിസ്ഥാന്റെ കേസിൽ നമുക്ക് 100% പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ആദ്യം ശരിയാക്കിയിട്ട് മതി ഇറാനിലേക്കും നോർത്ത് കൊറിയയിലേക്കും പോകുന്നത് എന്ന് റഷ്യ, ചൈന പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കും. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടും കൂടി അമേരിക്കയ്ക്ക് ഇത് മറച്ചു വെക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. പിന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തര സ്ഥിരത, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സൈന്യത്തിലും പാകിസ്ഥാന്റെ എന്താ പറയാ സർക്കാരിലും അതുപോലെ അവരുടെ ആണവ ശക്തിയിൽ തന്നെ അവിടുത്തെ പൊതുജനങ്ങളുടെ വിശ്വാസം, ആ കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ പ്രതിപക്ഷവും ഇന്ത്യയിലെ പോലെ തന്നെയാണ് നമ്മുടെ ഈ ഡെമോക്രസി വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ ഇതിനെ ഗവൺമെന്റിനെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ട് ഉപയോഗിക്കും. ഇത് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് പാകിസ്ഥാൻ മറച്ചു വെക്കുകയാണ്. എന്താണ് കിരാന ഹിൽസിൽ സംഭവിച്ചത് എന്ന് പാകിസ്ഥാൻ പറയുന്നില്ല. ശ്രീ സജിമോൻ ആന്റണി, അമേരിക്ക